ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ടിലെത്തിയ തലവൻ മൂവിയുടെ റിവ്യൂ ആണ്. ജിസ് ജോയി ആണ് ഇതിന്റെ ഡയറക്ടർ. ജിസ് ജോയി നമുക്കറിയാലോ, നമ്മുടെ അല്ലു അർജുനൊക്കെ മലയാളത്തിൽ ഡബിങ് ചെയ്ത് കൊടുക്കുന്ന പുള്ളിയുടെ വോയിസ് ആണ്. പുള്ളി ചെയ്തിട്ടുള്ള എല്ലാവരും കോമഡി ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് പുള്ളി ട്രാക്ക് മാറ്റി ഒരു ക്രൈം ത്രില്ലറിലോട്ട് കാല് വയ്ക്കുന്നത്. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് അരുൺ നാരായണും സിജോ സെബാസ്റ്റ്യനുമാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. ഇതിന്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപക് ദേവാണ്. അപ്പോൾ ഇതിൽ ബിജു മേനോനും ആസിഫ് അലി രണ്ടുപേരും പോലീസ് ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ടു എൻഡ് വരയ്ക്കും എനിക്ക് നല്ലൊരു എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് മൂവിക്ക് പോയത്, പക്ഷേ എൻ്റെ ആസ്വാദനത്തിന് അത് ബാധിച്ചിട്ടില്ല. എനിക്ക് നല്ല രീതിക്ക് സ്റ്റാർട്ടിലുണ്ടായിരുന്ന ആ ഒരു എൻഗേജിങ് തീരുന്നവരെ ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരു നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സാധാരണ എല്ലാ മൂവീസിലും ഉള്ള പോലെ ഈ വില്ലൻസ് സൈക്കോപാത്ത് അങ്ങനെയല്ല. ഇതിലൊരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസണും ആ വില്ലൻ അത് ചെയ്യാനുള്ള ഒരു വാലിഡ് കാരണവും നമുക്കിതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കൺവിൻസിങ് ആണ്. തികച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ അവതരണം അവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ചുമ്മാ ഒരു സൈക്കോപാത്ത് പോലെ അങ്ങനെ ഒരു വില്ലൻ അല്ല ഇതിൽ വില്ലൻ്റെ ക്യാരക്ടറിന് നല്ലൊരു സ്റ്റോറി ഉണ്ട്. അത് പക്ഷേ അവർ സസ്പെൻസ് ലാസ്റ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രൈം ത്രില്ലേഴ്സ് കാണുമ്പോൾ നമ്മളൊരു 4-5 വരെ നോട്ട് ചെയ്ത് വെക്കും ക്ലൈമാക്സ് ഇതായിരിക്കുമോ വില്ലൻ എന്നൊക്കെ. പക്ഷെ ഇതിൽ അങ്ങനെ നോക്കിയിട്ടും അവർ എൻഡ് വരേക്ക് അതിൻ്റെ ഒരു സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ഒരു സ്റ്റോറി എഴുതിയ ആളിന് കഴിഞ്ഞിട്ടുണ്ട്. ആനന്ദ് തേവക്കാട്ടും ശരത് പെരുമ്പാവൂറാണ് ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. അവർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ പറ്റും. അത് നല്ല എൻഗേജിങ് ആയിട്ട് തുടക്കം മുതലും അവസാനം വരെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്ലേ വർക്കൗട്ട് ആയിട്ടുണ്ട്. പെർഫോമൻസ് പറയുകയാണെങ്കിലും ബിജു മേനോനും ആസിഫ് അലിയും തകർത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, കറക്റ്റ് പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു മാനേഴ്സോ എല്ലാം അവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ബിജു മേനോൻ സ്പെഷ്യലായിട്ട് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഈ ഒരു മൂവിയിലുണ്ട്. ഡയലോഗ് പറയുന്നതിന് നല്ലൊരു ബോൾഡും ആ ഒരു കനവും നമുക്ക് ഫീൽ ചെയ്യും. ആസിഫ് അലി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. കൂമൻ മൂവിയിലൊക്കെ ഒരു പോലീസ് റോളാണ് ചെയ്തത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇതിൽ വെറൈറ്റി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അതനുസരിച്ച് ഈ ഒരു മൂവിക്ക് വേണ്ടത് ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. പിന്നെ ദിനേശ് പോത്തനായാലും അനുശ്രീ ആയാലും കോട്ടയം നസീർ ആയാലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജാഫർ ഇടുക്കി ആയാലും ചെറിയ റോളാണ്, പക്ഷെ പുള്ളിയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മൂവിയിൽ. സാധാ ചെയ്തു വരുന്ന പോലെയല്ല. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സിനെ ചുമ്മാ കൊണ്ട് വരുന്നതുമല്ല, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെതായിട്ടുള്ളതുണ്ട്. സിനിമാറ്റോഗ്രാഫർ ശരൺ വേലായുധം എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. പിന്നെ സൂരജ് ആണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എഡിറ്റിങ്ങും എടുത്തു പറയേണ്ടതാണ്. ചുമ്മാ ഒരുപാട് കട്ട്സ് ഒന്നും ആവശ്യമില്ലാതെ കൊടുക്കാതെ ഒരു പേഷ്യൻ്റോടെ ഒരു കറക്റ്റ് സ്റ്റാൻഡേർഡിലാണ് എഡിറ്റിംഗ് ആയാലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ മൂവി കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. ചുമ്മാ ആവശ്യമില്ലാതെ BGM-ഉം വിഷ്വലും ഒന്നും വാരി വലിച്ചിടാതെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു റോ ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമുക്ക് മുമ്പിൽ ജിസ് ജോയ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ നിന്ന് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. കാരണം ഇത് ആ ഒരു ഫീൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് കണ്ടിറങ്ങുമ്പോൾ. ഇനി എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഇതിലെ ലാസ്റ്റത്തെ വില്ലൻ്റെ പെർഫോമൻസ് ആണ്. പുള്ളി 1-2 സീനിൽ ഞെട്ടിക്കുന്നൊരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് കണ്ടിട്ടില്ല, പുള്ളി വേറെ മൂവീസിലൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ മൂവിയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിലൊരു അദ്ദേഹത്തിൻ്റെ മകനൊക്കെ മരിക്കുമ്പോൾ ഒരു റിയാക്ഷൻ ഇടുന്നുണ്ട്. അത് എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ എക്സ്പ്രഷൻ കാണുമ്പോഴേ നമുക്കൊരു ഫീൽ കിട്ടും, നെഞ്ചിടിപ്പ് കിട്ടും. ആ രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളത്. പുള്ളിക്ക് ഇനിയും നല്ല റോൾസ് കിട്ടിയിട്ട് നല്ല ഈസി ആയിട്ട് ഈ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്റ്റേജുള്ള ഒരു ആളാണ്, പേരെ ഒന്നും അറിയില്ല, ഫസ്റ്റ് ഈ മൂവിയിലാണ് കാണുന്നത്. ആകെ മൊത്തം ഈ സിനിമ നമുക്ക് നല്ല രീതിക്ക് ആസ്വദിച്ചിരുന്ന് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ആസിഫ് അലിയുടെയും ബിജു മേനോന്റെയും കൂട്ടിട്ട് നമ്മളെ മുൻപ് നിരാശപ്പെടുത്തിയിട്ടില്ല. ഇതിലും അങ്ങനെയാണ്. ഈ മൂവി ഒരു മിനിമം ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എന്തായാലും ഈ മൂവി മോശമാണെന്ന് ഈ മൂവി ഒരിക്കലും പറയില്ല. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. എന്തായാലും ജിസ്ജോയുടെ ഈ ഒരു പുതിയൊരു അറ്റംപ്റ്റ് തീർച്ചയായിട്ടും വിജയിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇങ്ങനത്തെ അറ്റംപ്റ്റ്സ് പുള്ളിയുടെ അടുത്ത് നിന്ന് വരട്ടെ. താങ്ക് യു.